അച്ഛൻ എന്തുദ്ദേശത്തിലാണ് ഈ രേണുസുതിക്ക് ഈ വീട് കൊടുത്ത് അവിടെ പാർപ്പിച്ചിരിക്കുന്നത്? ഇപ്പം ആ വീട്ടിൽ നിന്നിട്ടാണ് അവള് മെമ്പർഷിപ്പ് എടുത്തിട്ട് ലൈവിൽ വന്ന് ആൾക്കാരെ ഡ്രസ്സ് മാറ്റി കാണിക്കുക എടുക്കുക എല്ലാം ചെയ്യുന്നത്. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? അഴകിയ സുരാ അഴകിയ സുരാ നിരാശയില്ലയാ. ഇതെന്ത് സംഭവം? ഇത് മറ്റേ പുള്ളിയുടെ നിക്കറല്ലേ? എന്റെ അപ്പച്ചനും ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു നിക്കർ, വള്ളി നിക്കർ. ഇതുപോലത്തെ കണ്ണം തന്നെയായിരുന്നു. അതിൽ പിന്നെ ഇച്ചിലൂടെ വലിയ കണ്ണമായിരുന്നേ ഉള്ളൂ. പക്ഷെ ഇത് എന്റെ അപ്പച്ചനിട്ട അതേ നിക്കറ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഇത് തങ്കച്ചന്റെ നിക്കറും എടുത്തുകൊണ്ട് പോയതാ. ചെമ്പരത്തി ഹോട്ടലിൽ ചെമ്പരത്തിയും വെച്ചോണ്ട് തങ്കച്ചന്റെ നിക്കറും ഇട്ടോണ്ട് ഡാൻസ് കളിക്കാൻ അറിഞ്ഞുകൊണ്ട് കൊണ്ടുപോയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. രേണു, സോറി രേഷ്മ, കറക്റ്റ് അല്ലേ? കറക്റ്റ് തന്നെ, കറക്റ്റാണ്. തങ്കച്ചന്റെ അതേ സാധനം തങ്കച്ചന്റെ തന്നെയാണ്. എന്റെ അപ്പച്ചനും ഉണ്ടായിരുന്നു ഇതുപോലെ ഒരു നിക്കർ. അപ്പോൾ ഉറപ്പിക്കാം എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നിക്കർ, ഇങ്ങനത്തെ നിക്കർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെയൊക്കെ അപ്പച്ചന്മാര് ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും അവിടേക്ക് പണിക്ക് പോകുമ്പോഴേ. അവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. അവരൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ അപ്പച്ചന്മാരൊക്കെ ഇട്ടോണ്ട് പോയേക്കുന്നത്. ഇത് തങ്കച്ചന്റെ നിക്കർ തന്നെയാണെന്നാ തോന്നുന്നത്. മുമ്പ് വാർക്കപ്പണിക്ക് പോകുമ്പോൾ ഇട്ടോണ്ട് പോയ ആ നിക്കറാണ്. ഉറപ്പിക്കാം നമുക്ക് അങ്ങോട്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇപ്പോ ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ ദുബായ് പോയി. മറ്റേ എന്താ പറയാ, ദുബായിലെ ആ വലിയ വീട്ടിൽ, റാസൽ ഖൈമയിലെ വലിയ വീട്ടില് ചെമ്പരത്തി ബാർ ആൻഡ് റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനവും ചെയ്തുകൊണ്ട് അവിടെ നിന്ന് 2 ഗ്ലാസ് ഒക്കെ അടിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന രേഷ്മയ്ക്കെതിരെ പല വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരി ഒരു വോയിസുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതില് വെല്ലുവിളികളാണ്. അതിനു മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന ആ വ്യക്തി ഇവിടെ ചെയ്ത കുറ്റം എന്താണ്? ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചന്റെ മക്കൾക്ക് ഒരു 7 സെന്റ് സ്ഥലം കൊടുത്തു എന്നുള്ള ഒരു തെറ്റ് മാത്രമാണ് അദ്ദേഹം ചെയ്തത്. ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചന്റെ കുടുംബത്തിന് മാത്രമല്ല, അദ്ദേഹം സഹായിച്ചിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചനെ സഹായിച്ചു, ഈ രേഷ്മ പി തങ്കച്ചൻ ഇപ്പോൾ ഈ പറയുന്ന ബിഷപ്പ് കുടപിടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലതുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ഈ ബിഷപ്പിന് ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചനെ കുട പിടിച്ചുകൊണ്ട് കൊണ്ടുപോകേണ്ട കാര്യം? അദ്ദേഹം നിയമപരമായിട്ട് ഈ സ്ത്രീക്കെതിരെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിന്റെ നോട്ടീസ് കൈപ്പറ്റിയിരിക്കുകയാണ് ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ. അതുകൊണ്ട് തന്നെ രേഷ്മ ഇപ്പോൾ ഒരക്ഷരം മിണ്ടത്തില്ല. ഒരക്ഷരം ബിഷപ്പിനെതിരെ മിണ്ടിയാൽ രേഷ്മയുടെ കെട്ടും പൂട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ പുള്ളിക്കാരി മിണ്ടത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിഷപ്പിനെ ഓരോരുത്തർ വിളിച്ചിട്ട് ഓരോരോ അപവാദങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഭീഷണിയാണ്. നിങ്ങൾ എന്തിനാണ് ഈ വസ്തു കൊടുത്തത്? അതുകൊണ്ടാണല്ലേ ഞങ്ങൾ ഇത് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭീഷണികൾ വരുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തെ പ്രാകുകയാണ്. എന്തിനാണ്? അദ്ദേഹം എന്താണ് തെറ്റ് ചെയ്തത്? എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ തന്നെ പറ, അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹം അറിഞ്ഞോ ഇത് ഇങ്ങനെ ആയി മാറുമെന്ന്? ഇങ്ങനെയുള്ള ഒരു ക്ലാപ്പിനെയാണോ വസ്തു കൊടുത്തതെന്ന് അദ്ദേഹം അറിഞ്ഞോ? അദ്ദേഹം വിചാരിച്ചു മറ്റേ ഈ പറയുന്ന 24കാരും ഒക്കെ വന്നിട്ട് ഇതുപോലെ ഒരു ഒരു എന്താ പറയാ, ഒരു കലാകാരൻ മരിച്ചുപോയി, അവർക്ക് കയറി കിടക്കാൻ പറമ്പില്ല ബിഷപ്പെ, എവിടെയെങ്കിലും ഒരു ഇച്ചിരി സ്ഥലം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണായ സ്ഥലം കൊടുത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു ഉപകാരമാണ് ചെയ്തത്. പക്ഷെ ഈ നാറി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അദ്ദേഹം അറിഞ്ഞോ? അറിഞ്ഞില്ല. അതിപ്പം പിള്ളേരുടെ പേരിലാണ് അദ്ദേഹം എഴുതി കൊടുത്തിരിക്കുന്നത്. ആ 2 മക്കളുടെ പേരിലാണ് എഴുതി കൊടുത്തിരിക്കുന്നത്, അല്ലാതെ രേഷ്മ പി തങ്കച്ചന്റെ പേരിലല്ല. ഓക്കെ, നിങ്ങളെ ഞാനൊരു വോയിസ് കേൾപ്പിക്കാം. ഇത് നിങ്ങൾ കേട്ടിട്ട് ഇതെന്താണ് ഇവരിങ്ങനെ പറയാനുള്ള കാരണമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇതുപോലെ നിരവധി വോയിസ് മെസ്സേജ് ആണ് അദ്ദേഹത്തിന് വരുന്നത്. അദ്ദേഹം ഈ ഒരു നോമ്പ് കാലത്ത് അദ്ദേഹം സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറെ പുഴുക്കുത്തുകൾ വിളിച്ച് അദ്ദേഹത്തെ പ്രാകുകയാണ്. അദ്ദേഹം ഒരു ആത്മീയ മനുഷ്യനാണ്, ആത്മീയമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ നോയമ്പിന്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം നോമ്പ് നോറ്റ് അദ്ദേഹം ആ ഒരു രീതിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഫോൺ വിളിച്ച് അദ്ദേഹത്തെ പ്രാകുന്നു. നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേട്ട് നോക്കിയേ, എന്നിട്ട് ഞാൻ പറയാം. അച്ഛൻ എന്തുദ്ദേശത്തിലാണ് ഈ രേണുസുതിക്ക് ഈ വീട് കൊടുത്ത് അവിടെ പാർപ്പിച്ചിരിക്കുന്നത്? ഇപ്പൊ ആ വീട്ടിൽ നിന്നിട്ടാണ് അവള് മെമ്പർഷിപ്പ് എടുത്തിട്ട് ലൈവിൽ വന്ന ഇവിടെ പറയുന്നത് കേട്ടോ, അച്ഛൻ എന്ത് ഉദ്ദേശത്തിലാണ് ആ വസ്തുവും പറമ്പും രേഷ്മയ്ക്ക് കൊടുത്തതെന്ന്. അവരവിടെ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന തുണി അഴിച്ച് കാണിക്കുന്നതൊക്കെ ചെയ്യുന്നതാ പറയണേ. ഇതൊക്കെ ഇദ്ദേഹം അറിഞ്ഞോ? നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്തർത്ഥമാണ് അതിന്റെ ഉള്ളത്? നിങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെയൊക്കെ മാന്യമായിട്ട് വേണം ഒരാളെ ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാൻ. എന്ത് കാര്യമാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്?
കഷ്ടം. ലൈവിൽ വന്ന ആൾക്കാരെ ഡ്രസ്സ് മാറ്റി കാണിക്കുക എടുക്കുക എല്ലാം ചെയ്യുന്നത്. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവൾക്കൊരു വീടും സ്ഥലവും ഒക്കെ ഉള്ളത് കൊണ്ടല്ലേ അവൾ ഇങ്ങനെ ഈ ഇതുപോലത്തെ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അത് അച്ഛൻ ഒറ്റൊരാളല്ലേ ഇപ്പൊ, അല്ലെങ്കിൽ അവൾക്ക് വീടില്ലായിരുന്നെ അവളിന്ന് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിൽ അവൾ ഓടിയേനായിരുന്നു. അച്ഛനാ ഇതിന്റെ എല്ലാം കാരണക്കാരൻ. അച്ഛനുണ്ടല്ലോ മരിച്ച് ദൈവസന്നിധി ചെല്ലുമ്പോൾ ദൈവം ചോദിക്കും, ഇത് പാവത്തങ്ങൾക്ക് കൊടുക്കാതെ ഇവളെ പോലുള്ള അഹങ്കാരികൾക്ക് കൊടുത്തതിന്. എന്തോരം പാവത്തങ്ങളുണ്ട്. ഇങ്ങനെ വ്യഭിചരിച്ച് നടക്കുന്ന ഒരു സ്ത്രീക്ക് ഇത് കൊടുത്തതിൽ അച്ഛൻ ഇപ്പം ദുഃഖിക്കുന്നതിന്റെ ഇരട്ടി ഇനി അച്ഛൻ ദുഃഖിക്കേണ്ടി വരും കേട്ടോ. ഞങ്ങൾ ഇതിൽ കൂടുതലൊന്നും അച്ഛനോട് എനിക്ക് പറയാനായിട്ടില്ല. ഈ ഫോൺ വിളിച്ച ആരാണെങ്കിലും അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്താണ് പറയുന്നത്? അച്ഛൻ ദുഃഖിച്ചതിന്റെ ഇരട്ടിയായിട്ട് ഇനി അച്ഛൻ ദുഃഖിക്കും, അച്ഛന് ദൈവം ചോദിക്കും എന്നൊക്കെ പറയുന്നത് എന്തർത്ഥത്തിലാണ്? അദ്ദേഹം ചെയ്തത് ഒരു നന്മയല്ലേ? അദ്ദേഹം ആ കുട്ടികൾക്ക് കയറിക്കിടക്കാൻ പാർപ്പിടമില്ലെന്ന് കണ്ടുകൊണ്ട് വസ്തു കൊടുത്ത് അദ്ദേഹം ഒരു സഹായമല്ല ചെയ്തത്. ഈ പറയുന്ന രേണു ഇങ്ങനെ തലതെറിച്ചു പോയതിന് അദ്ദേഹം എന്ത് പിഴച്ചു? നിങ്ങൾ എന്ത് കണ്ടോണ്ടാണ് ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നത്? പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, പാവങ്ങളെ സഹായിച്ചുകൂടെയെന്ന്, രേണുവിനെക്കാട്ടിലും വലിയ പാവങ്ങളെ സഹായിച്ചുകൂടെയെന്ന്. അദ്ദേഹം പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്. 55 സെന്റ് സ്ഥലമോളം അദ്ദേഹം കുടുംബങ്ങൾക്ക് വീട് വെക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല അംഗൻവാടിക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്, വഴിക്ക് സഹിതം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ നാട്ടിലൊന്ന് പോയി തിരക്കൂ ബിഷപ്പിനെ കുറിച്ച്. എനിക്ക് ആ നാട്ടിലുള്ളവരെല്ലാം വിളിച്ച് ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇഷ്ടം പോലാണ്. അദ്ദേഹം ആ നാട്ടിൽ ചെയ്യുന്ന സേവനങ്ങൾ എത്ര അധികമാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ചുമ്മാ ഈ പറയുന്ന ഈ രേഷ്മയെ വെച്ചിട്ട് ഈ പറയുന്ന ബിഷപ്പിനെ അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കരുത്. ഒരു കാരണവശാലും അത് നല്ലൊരു കാര്യമല്ല. ബിഷപ്പ് എന്തിനാണ് അവർക്ക് കൊട പിടിക്കുകയും അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്? ബിഷപ്പ് നിയമപരമായിട്ട് ഈ പറയുന്ന രേഷ്മയ്ക്കെതിരെ പോയിട്ടുണ്ട്. അത് നിയമപരമായിട്ട് തന്നെ പോകും. അതുകൊണ്ടാണ് ഈ രേഷ്മ ഒരു അക്ഷരം മിണ്ടാത്തത് ബിഷപ്പിനെ കുറിച്ച്, അറിയാമോ? പിന്നെ നിങ്ങൾ എന്തിന് വസ്തു കൊടുത്തു, ബിഷപ്പ് അനുഭവിക്കും എന്നൊക്കെ പറയാൻ നിങ്ങളൊക്കെ ആരാണ്? അദ്ദേഹം സത്യമാണ്, ഒരു കാര്യം ശരിയാണ്, അദ്ദേഹത്തിന്റെ പറമ്പിൽ ഇതുങ്ങളെ കയറ്റി കിടത്തിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു. അദ്ദേഹം ലോകത്ത് മൊത്തം പോയി മിഷണറി പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. അവിടെ നിന്നൊരു സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ആ ഒരു പറമ്പിൽ ഒരു ഹട്ട് കെട്ടി അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ആ മനുഷ്യന്റെ വീടിന്റെ പറമ്പിലായിട്ടാണ് ഈ പറയുന്ന ഇവക്ക് വസ്തു കൊടുത്തത്. ഇവക്കല്ല, ഇവരുടെ പിള്ളേർക്ക് വസ്തു കൊടുത്തത്. ഇവളും തങ്കച്ചനും പിന്നെ ഇവിടെ കുടുംബമല്ല അവിടെ കിടന്ന് തകർക്കുന്നത്. ഓക്കെ, അങ്ങനെ അദ്ദേഹം ആ വസ്തു കൊടുത്തതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എന്ത് പറയുക, സ്വസ്ഥത എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അദ്ദേഹം സത്യം പറഞ്ഞുകൊണ്ടല്ലോ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുന്ന ഒരു മനുഷ്യനാണ്. നിരവധി മരുന്നെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, നിരവധി അസുഖങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാതിരിക്കും. പലരും ഇദ്ദേഹത്തിന്റെ നമ്പർ എടുത്തിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. പലരും പറയാം ഇദ്ദേഹം കൊട പിടിക്കുന്നു. ആർക്ക് കൊട? എന്തിന്റെ കൊട? എന്തിന്റെ കൊട? അവളെ കൊട പിടിച്ചിട്ട് ബിഷപ്പിന് എന്ത് നേട്ടമാണുള്ളത്? ബിഷപ്പിന് നഷ്ടങ്ങളല്ലാതെ ബിഷപ്പിന് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചിനെ കൊണ്ട്? എന്ത് നേട്ടമാണ്? ഇവിടെ കയറി ആ പറമ്പിൽ കയറി അന്ന് തൊട്ട് ബിഷപ്പിന് നഷ്ടങ്ങളാണ്. പിന്നെ ചിലവന്മാർ പറഞ്ഞു നടക്കുന്ന പോലെ കൊട പിടിക്കുന്നു. എന്ത് കൊട? അവക്ക് എന്ത് കൊട പിടിച്ചേ? ബിഷപ്പ് അന്നും ഇന്നും പറയുന്നു ഇവള് തേഞ്ഞൊട്ടുമെന്ന്. അത് തന്നെയല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തനി കൊണം പുറത്തു വരുന്നുണ്ടോ? ഇവൾ എന്താണ് സമൂഹത്തിൽ ചെയ്യുന്നതെന്നും എന്താണ് ഇവളുടെ യഥാർത്ഥ മുഖമെന്നും ഇത് പൊതുജനം അറിയുമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഓക്കെ, ഇവള് വന്നിട്ട് ഇപ്പൊ ഇതാണ് എനിക്ക് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിരവധി വോയിസ് ഉണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് ബിഷപ്പ് അനുഭവിക്കുമെന്ന് പറയുന്നതും ബിഷപ്പിനെ തെറി വിളിച്ചു പറയുന്നതും ഒക്കെ. എന്തിനാണ്? അദ്ദേഹം ഒരു നന്മയല്ല ചെയ്തത്. അതിനെ ഈ പറയുന്ന ഇവളിങ്ങനെ ആയി പോയതിന് നമ്മളിപ്പോ എന്ത് ചെയ്യാനാണ്, അല്ലേ? ഈ പറയുന്ന രേഷ്മ ഇങ്ങനെ വഴിവിട്ടു പോയതിനും അല്ലെങ്കിൽ രേഷ്മ ഇങ്ങനത്തവളായി പോയത് കൊണ്ടും അദ്ദേഹം എന്ത് പഠിച്ചു? അദ്ദേഹം അറിഞ്ഞോ ഇത്? അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇവള് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കി. എടാ അടുത്ത വ്ളോഗറെ, നിനക്ക് തീർന്നില്ല എടാ. അതിന്റെ അടി നീ ഇടുന്ന വ്ളോഗിന്റെ അടിയിൽ വരുന്ന കമന്റ് നീ വായിച്ചിട്ടുണ്ടോ? അല്ല, നീ വായിച്ചിട്ടുണ്ടോ? നിന്റെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ് നീ വായിച്ചിട്ടുണ്ടോ? നിനക്ക് എന്തൊക്കെയാണ് ആൾക്കാർ കമന്റ് ഇട്ട് തരുന്നത് എന്നുള്ളത് നീ ഒരു വട്ടമെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നിട്ടാണോ നീ കിടന്ന് മറ്റുള്ളവരുടെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ് നോക്കൂന്ന് പറയുന്നത്? നിനക്ക് നാണം ഉണ്ടോടാ എന്റെ പുറകെ നടക്കാൻ? എന്നെ പോലീസ് പിടിച്ച് പിന്നെ കുറെ വ്ളോഗേഴ്സിന്റെ തമ്പലിൻ കണ്ട് എന്നെ ദുബായിൽ നിന്ന് കയറ്റി വിട്ടുന്നേ. ഞാൻ ഇപ്പോഴും ദുബായിൽ തന്നെയാണ്, മനസ്സിലായോ? ഞാൻ 2-ാം തീയതി നാട്ടിലോട്ട് വരത്തുള്ളൂ. നീ ഇങ്ങോട്ട് വരണ്ട. നീ 2-ാം തീയതി നല്ല, നീ ഇങ്ങോട്ട് വരുവേ വേണ്ട. ഇവിടുത്തെ നാട്ടുകാർ വിചാരിച്ചിരിക്കുന്ന ഒരു നാശം അങ്ങ് തീർന്നു പോയല്ലോ, അല്ലെങ്കിൽ നാശം അങ്ങ് കയറി പോയല്ലോ എന്ന് വിചാരിച്ചിരിക്കുക. നീ എന്തിനു വരാനാ? നീ വരണ്ട.
നിന്നെ ദുബായ് പോലീസ് പിടിക്കുമോ കേരള പോലീസ് പിടിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും നിന്റെ പ്രവൃത്തിക്ക് എങ്ങനെയെങ്കിലും നിനക്ക് അടി കിട്ടുമെന്നുള്ള കാര്യം അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പിന്നെ നീ എന്താ അങ്ങ് വലിയ ആളാന്നുള്ള രീതിയിലുള്ള ഇതൊക്കെ അങ്ങ് നിർത്ത് കേട്ടോ. ഒത്തിരി ഓവർ ആകുന്നുണ്ട് കൂടുതലായ. നിനക്കൊക്കെ എന്തുവാ 2-ാം തീയതി വരെ എനിക്കിവിടെ പ്രമോഷനാണ്, മനസ്സിലായോ? നിനക്ക് നാണമാകുന്നുണ്ടോ? നാണമില്ലേടാ അൽത്തു വ്ളോഗ്? നിനക്ക് ഇങ്ങനെ എന്നെ ഇട്ടി പറയാൻ നിനക്ക് വേറൊരു കണ്ടന്റ് കിട്ടുന്നില്ലേ? നാണം കെട്ടവനെ, നാണമില്ലാത്ത വെറും നാണം കെട്ട നാർത്തരം മാത്രം പറയുന്ന നിനക്ക് നാണമില്ലേടാ, നാണം കെട്ടവന്. ഇത് തന്നെയാണ് നിന്നോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. നിനക്ക് നാണമില്ലേ? നാണം കെട്ടവളെ, നിനക്ക് നാണമില്ലേ എന്ന് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. നീ ഇട്ട വീഡിയോയ്ക്ക് താഴെ, ഈ ഒരു വീഡിയോയ്ക്ക് താഴെ തന്നെ വന്ന് നിന്റെ കമന്റ് ഒന്ന് നോക്കിക്കേ. എന്താണ് ആ കമന്റ്? എത്ര പേരാണ് എഴുതിയിരിക്കുന്നത്? നിനക്ക് നാണമുണ്ടോ ഇങ്ങനെ പറയാനെന്നുള്ള ഒരു കമന്റിൽ വന്നിരിക്കുന്നത്. അപ്പൊ നിനക്ക് ഒരു ശകലം പോലും നാണമെന്ന് പറയുന്നതില്ല. എന്നിട്ട് നീ മറ്റുള്ളവരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു വിഷയവുമായിട്ട്? ഞാൻ പറഞ്ഞ ആ ബിഷപ്പിനെ വിളിച്ച് ഇങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതോടൊപ്പം തന്നെ നമ്മൾ ഈ രേണുവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം എടുക്കുന്നത് അവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഓരോ കാര്യത്തിനെതിരെ നമ്മൾ റിയാക്ട് ചെയ്യുന്നതാണ്. പക്ഷേ ബിഷപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു സഹായം ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ എന്തിനാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത്? അദ്ദേഹം സഹായം കൊടുത്തു, അതിന്റെ പ്രതിഫലമായിട്ട് അദ്ദേഹം എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്? ഇപ്പൊ തന്നെ കേസിന്റെ ഇതുകൊണ്ട് നടക്കുകയാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ പിന്നെ നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റ് കമന്റ് അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും